ചുറ്റും ശത്രുക്കൾ, ഭൂപടത്തിൽ ഒരു തുള്ളിയോളം മാത്രം വലുപ്പം. അതായത് നമ്മുടെ കേരളത്തിനേക്കാൾ ചെറുത്. പക്ഷേ ലോകം മുഴുവൻ ഇന്ന് ഈ രാജ്യത്തെ പേടിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് ഇസ്രയേലായി മാറിയത്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി പട ജൂതന്മാരോട് ചെയ്തത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. ഏകദേശം 60 ലക്ഷം ജൂതന്മാരെയാണ് അന്ന് ഗ്യാസ് ചേമ്പറുകളിലിട്ടും വെടിവെച്ചും കൊന്നൊടുക്കിയത്. ലോകമെമ്പാടും ചിതറിക്കിടന്നിരുന്ന ആ ജനതയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു ഇഞ്ച് മണ്ണില്ലായിരുന്നു. ആ വേട്ടയാടലുകളിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് തങ്ങളുടെ പൂർവികരുടെ മണ്ണായിട്ടുണ്ടായിരുന്ന ഇന്നത്തെ പലസ്തീനിലേക്ക് മടങ്ങിയല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല മുന്നിൽ. അങ്ങനെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1948 മെയ് 14 ഇസ്രയേൽ എന്ന രാജ്യം ഔദ്യോഗികമായി തന്നെ രൂപീകൃതമായി. എന്നാൽ ആ പ്രഖ്യാപനം നടന്ന് മണിക്കൂറുകൾക്കകം അയൽരാജ്യങ്ങളായിട്ടുണ്ടായിരുന്ന ഈജിപ്ത്, ജോർദാന്, സിറിയ, ലബനൻ, ഇറാഖ് എന്നീ 5 അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ വലിയ ആയുധങ്ങളോ സംഘടിതമായിട്ടുള്ള ഒരു സൈന്യമോ ഉണ്ടായിരുന്നില്ല. മിക്കവരും ഹിറ്റ്ലറുടെ ക്യാമ്പിൽ നിന്ന് വന്ന മൃതപ്രായരായിട്ട് വന്നവരായിരുന്നു. പക്ഷെ അവർക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം. സ്വന്തം മണ്ണിന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ 5 രാജ്യങ്ങളെയും തുരത്തി യുദ്ധം ജയിച്ചു. തോറ്റാൽ ഞങ്ങൾക്ക് പോകാൻ വേറെ ഒരിടമില്ല എന്ന് തിരിച്ചറിവായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. യുദ്ധത്തിന് ശേഷവും ആ മണ്ണ് വെറും ഒരു മരുഭൂമി മാത്രമായിരുന്നു. കൃഷി ചെയ്യാൻ വെള്ളമില്ല, തല ചായ്ക്കാൻ വീടുകളില്ല. അവിടെയാണ് ജൂതന്മാരുടെ നിശ്ചയദാർഢ്യം ലോകം കണ്ടത്.